ഉരുളി രാവിലെ എന്താ ഉരുളിലിട്ട് ഇളക്കുന്നത്? അരളി പൊളി. രാവിലെ അതിന്റെ ഫസ്റ്റ് ചാളി. എടാ നിന്നോട് ഈ അരക്കെട്ടിട്ട് ഇളക്കാനാണോ ഞാൻ പറഞ്ഞേ? പിന്നെ അര ഇളക്കണം വൈദ്യരല്ലേ പറഞ്ഞ്? എടാ അര ഇളക്കണം പറഞ്ഞ് ഇതിനകത്ത് കിടക്കണം മരുന്നിന്റെ അര ഇളക്കാനാ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടില്ലേ എന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, മര്യാദക്ക് പറഞ്ഞാ മതി. രോഗികൾ വരുമ്പോ മാത്രം നിങ്ങൾ ഷൈൻ ചെയ്തോ. മനസ്സിലായില്ലേ? കർക്കിടക ചികിത്സയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് ആൾക്കാര് ഉഴിച്ചിലിനും പിഴിച്ചിലിനൊക്കെ ആയിട്ട് വരും. പിന്നെ അവര് വന്നു കഴിഞ്ഞ 2 മാസമെങ്കിലും ഇവിടെ പിടിച്ചു കിടത്തണം. ഇറങ്ങുമ്പോ നല്ല സുന്ദര കുട്ടവന്മാരായിട്ട് അങ്ങ് പോണം. 2 മാസം കഴിയണൊക്കെ സുന്ദരന്മാരാവണമെങ്കിൽ ഇത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ മുകളില്? മേക്കപ്പ് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരാ. അവര് വിചാരിച്ച ഒരു നിമിഷം മതി എല്ലാരും സുന്ദരരാക്കാൻ. വെറുതെ പൈസ കളയുന്നത് അല്ലേ? നോക്കട്ടെ, ഈ ഇരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ഉണ്ടാ എന്ത് ഗ്ലാമറാ. അത് വിട്, അതൊക്കെ ആവറേജേ ഉള്ളൂ. കാര്യം പറ. അവർക്കൊക്കെ ഈ ഗ്ലാമർ ആക്കി കൊടുത്ത് ആരാന്നറിയോ? ഈ ഇരിക്കുന്ന മേക്കപ്പ് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരാ. ഇവരെ ഈ ഗസ്റ്റുകളൊക്കെ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടിട്ടുണ്ടോ വൈദ്യരി? എന്റെ പൊന്നെ നീ പേടിപ്പിക്കല്ലേ. ഞാൻ പ്രസ്ഥാനം ഒന്നും നടത്തിക്കൊണ്ട് പൊക്കോട്ടെ. ഓഹോ, മനസ്സിലായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ വരുന്നവരോട് പൈസ ഇളുത്ത് കണക്കിന് മേടിച്ചോളണം. അതെന്താ? പൈസ മേടിക്കണ്ട, പിന്നെ ഇവിടെ ചികിത്സയ്ക്ക് വന്നതല്ലേ. അല്ല, നമ്മൾ അങ്ങനെ കത്തി വെക്കാൻ പാടുണ്ടോ വൈദ്യരെ? നമ്മള് സത്യസന്ധമായിട്ടല്ലേ ചെയ്യുള്ളൂ. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്ത് ഉഴിച്ചിലിനൊപ്പം പിഴിച്ചിലും. അതാണല്ലേ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാവില്ല. അതെ, ഇവിടെ സുഖചികിത്സക്ക് വന്ന നേതാവില്ലേ? ഏത്? നമ്മുടെ പുള്ളിക്ക് സുഖം പോരാ, കുറച്ചും കൂടി സുഖം വേണം. ഇയാൾക്ക് ഞാനിതിന് എവിടെ നിന്ന് എടുത്തിട്ട് സുഖം കൊടുക്കാനാണ്? പൈസ എണ്ണി മേടിക്കുന്നതല്ലേ? എന്ത് കഷ്ടമാണെന്ന് പറ. അല്ല, ഈ സാധനം കൊണ്ടുപോയി പുള്ളിയുടെ ചെവിയിട്ട് കുറച്ചേരം ഇളക്കി കൊടുക്കും. സുഖാരി അങ്ങനെ കൊടുക്കാല്ലേ? ആൾക്കാർ വരണ്ടേ? നോമില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? വൈദ്യരെ ഉറങ്ങിപ്പോയിട്ടാണ് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കണത്. ഉറങ്ങിപ്പോയെന്നല്ലേ, ഇറങ്ങിപ്പോയി. ആരിറങ്ങിപ്പോയി? ആരും ഇറങ്ങിപ്പോയില്ല, എന്റെ ഭർത്താവിന്റെ നാവ് ഇറങ്ങിപ്പോയി. നമ്മള് പല സംഭവം ഇറങ്ങിപ്പോയെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നാവ് ഇറങ്ങിപ്പോയെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കും അല്ലേ? നാവ് എവിടേക്ക് ഇറങ്ങിപ്പോയെന്ന് നല്ല പിടിയുണ്ടോ? ആ വാറിന്റെ കൂടെ എവിടേക്ക് ഇറങ്ങിപ്പോയി? അണ്ണാക്കിലേക്ക്. എന്നാ നമുക്ക് കുറച്ച് പിണ്ണാക്ക് കൊടുത്താലോ? മാസം മാറ്റി വെച്ച് കാര്യം ചോദിക്കും. അത് മാറ്റല്ലേ? അതെ, എന്താ പറ്റിയത് അത് പറ. അത് വൈദ്യരെ, ഇന്നലെ അങ്ങേർക്ക് പനിയാന്ന് പറഞ്ഞ് നേരത്തെ ഉറങ്ങാൻ പോയി. ഉറവുണ്ടോന്ന് അറിയാൻ ഞാൻ പുതപ്പൊന്ന് പൊക്കി നോക്കി. ഏതോ ഒരുത്തിയുടെ കൂടെ ഫോണിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കാം. ഞാൻ ഡോന്ന് വിളിച്ചത് അങ്ങേര് പേടിച്ചു പോയി. നാവ് അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പൊ മിണ്ടാട്ടൂല, ഫോണും തരുന്നില്ല. അങ്ങേരെ നാവ് ഒന്ന് പുറത്തെടുത്തിടണം. എനിക്ക് ആ നാവിന്ന് കേക്കണം അത് ആരാണെന്ന്. അപ്പൊ അതാണ് ലക്ഷ്യം. ഇവിടെ നാവ് നിങ്ങളെ കണ്ടപ്പോഴേ അങ്ങ് ഇറങ്ങിപ്പോയി. ആള് വന്നിട്ടുണ്ടോ? പുറത്തൊപ്പുണ്ട്. എന്നാ വിളിക്ക. ദേ, ഒന്നും കൂടെ വരുന്നുണ്ടോ? ആരാടോ സോറി ഭാര്യ, ഇന്നലെ മുതൽ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അപ്പൊ അതാണ് കാര്യം. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്ന് പരിശോധിക്കാം. പരിശോധിക്കാം. ഫ്രീ ആണല്ലേ? ഞാൻ ഫ്രീ ആയിട്ട് നടന്നു. ഇവിടെ ചികിത്സിക്കണേ പൈസ വേണം. പൈസ ഇല്ല, പൈസ വേണം. ഫ്രീയാ. പൈസ എത്ര വേണമെങ്കിലും തരാം. ഇങ്ങനെ നാവെണ്ണെടുത്ത് പുറത്തോട്ട് ഇട്ട് തരാവോ? നോക്കട്ടെ. വായൊന്ന് വിളിച്ച്. മുരളി, ഇങ്ങോട്ടാ. നീ പഴയ ചായക്കടയുടെ അടുക്കള കണ്ടിട്ടുണ്ടോ? ഇല്ല. പുകയിലക്കറ എല്ലാം പിടിച്ചങ്ങനെ നിൽക്കുക. അടച്ചു. അതെ, സംഭവം ശരിയാണ്. നാക്ക് കാണാനില്ല. ഇല്ലല്ലേ? അപ്പോ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ ചെയ്യാ? നാക്കാണ് ഒരു ചൂണ്ടക്കോല് കിട്ടുമെന്ന് എടുത്തുണ്ടോ? ചൂണ്ടക്കോല് എന്തിനാ? അല്ല, നമുക്ക് ചൂണ്ടയിട്ട് നോക്കാൻ. ചിലപ്പോൾ നാക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. വേണ്ട, പാടണം, ഇഷ്ടമല്ല. എന്നൊരു കാര്യം ചെയ്യും. പുള്ളി കഴിക്കുന്ന ആഹാരം എന്താണ് സ്ഥിരമായിട്ട്? ചിക്കൻ കൊണ്ടാട്ടം ഇഷ്ടം. എങ്ങനെ? ചിക്കൻ കൊണ്ടാട്ടം ഇഷ്ടമാണ്. എടാ, ഒരു ചിക്കൻ എടുത്തുണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ആട്ടി നോക്കും. ചിലപ്പോ ഈ സാധനം കാണുമ്പോ ചാടി വന്ന് ക്യാച്ച് ചെയ്ത് പിടിച്ചാലോ? അപ്പൊ അതൊന്നും നോക്കാം. അത് നോക്കാം എന്തായാലും. അല്ല, ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്കാരന് ചെക്കുന്ന ജോലി എന്താ? കരോക്കെ പാട്ടുകാരനാ. ഇന്ന് വൈകിട്ട് ഗാനമേളയ്ക്ക് പോകാനുള്ളതാ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോവാൻ?
അഡ്വാൻസ് മേടിച്ച നാട്ടുകാർ തല്ലത്തില്ലേ? അയ്യോ, ഈ നാക്കില്ലാണ്ട് എങ്ങനെ പാട്ട് പാടും? കരയാതെ, എല്ലാത്തിനും സമാധാനം ഉണ്ടല്ലോ. ഇന്നൊരു ഇംഗ്ലീഷ് പാട്ടടിച്ചങ്ങ് ഷൈൻ ചെയ്താലോ? ഇംഗ്ലീഷ് പാട്ട് പാടുന്ന നാക്ക് വേണ്ടേ? ഇംഗ്ലീഷ് പാട്ട് പാടുന്ന നാക്ക് വേണമെന്നില്ല. ഇംഗ്ലീഷ് പാട്ട് നീ കേട്ടിട്ടില്ലേ? പഠിക്കേ. എന്താ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന നാക്ക് വേണ്ട, നമുക്കങ്ങ് പാടി പോകാം. അത് നല്ല അർത്ഥമുള്ള പാട്ട്. അതെ അതെ, ചിലപ്പോ ഓസ്കാർ അവാർഡ് വരെ കിട്ടാനും സാധ്യതയുണ്ട്. അതെ 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 അതെ. അപ്പൊ നാക്കില്ലാണ്ട് പാടാം. പിന്നെ പാടാലോ. ഇപ്പൊ എന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറ. ഞാൻ നാക്കെടുത്ത് പുറത്തടിക്കുമ്പോ ഇടയ്ക്ക് കുഴപ്പം കൊണ്ട് വരല്ലേ. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? തലയിൽ കിരീടം വെച്ച് തന്നോ? ആ തലേ കൊമ്പ് വിളിച്ചെന്നാ തോന്നുന്നു പറയണേ. ഇയാള് പറയണൊന്നും മനസ്സിലാകണല്ലോ. മുരളി, ഞാൻ നമ്മുടെ ജെമിനി ആപ്പിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താ സംഭവം എന്ന് പറഞ്ഞേ? ജെമിനി, ഇപ്പൊ ഇയാളെന്താ പറയുന്നത്? തലവേദനയാണെന്ന്. തലവേദനയാണെന്ന്. മാറിക്കേ. ഇത് ഏത് ഭാഗത്താ ഇപ്പൊ തലവേദന? ഈ ഭാഗത്താ തലവേദന എന്നാ പറയണേ പുള്ളി. ഇപ്പൊ പിറകിലാണ് തലവേദന എന്നാ പറയണേ. ഇപ്പൊ ആ വശത്താ തലവേദന എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് തലവേദന? തലവേദന വരാനുള്ള കാരണം എന്താന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് സംഭവം. അതെ അതെ. അപ്പോ ഇത് നമുക്ക് ഇതിനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒരു 2 മാസത്തെ ചികിത്സ വേണ്ടി ഒരു നാക്ക് ഞാൻ എടുത്ത് പുറത്തിട്ട് തരാം. ഇങ്ങൊന്നേ, ഈ ഒരു 2 മാസത്തെ ചികിത്സ വേണ്ടി വരും. ഈ സാധനം ഇവിടെ വന്ന് കിടക്കുക വള്ളിച്ചുറ്റായിട്ടേ. അതിനെ ഇനി ചവിട്ടി തിരുമ്മി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കണ്ടേ? ഷവാകും. അല്ല, നിനക്ക് ഷവായി ഞാൻ മേടിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ആയിട്ട് പോരെ. അതെ, ഞാൻ ഇനി വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യുന്ന ഇങ്ങനെ എനിക്ക് ഇനി വേണ്ട. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് നിങ്ങളെ വേണ്ട. പോ. അങ്ങനെ പറയല്ലേ, എന്ത് ചെയ്യാനാ? അവര് തമ്മിൽ വഴക്കിടണം നോക്കണ്ട. നമുക്ക് എണ്ണത്തോണി റെഡിയാണോ? ചവിട്ടി തിരുമാൻ റെഡിയാണ്. എണ്ണത്തോണി റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ സുഹൃത്തെ, നമുക്ക് അകത്തേക്ക് പോകാം. എണ്ണത്തോണി റെഡി ആയിട്ടുണ്ട്. ബാ. അല്ല, എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോണത്? ഇവിടെ നാക്ക് പുറത്തേക്ക് എടുക്കണ്ടേ? അല്ല, അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ നാക്കിന് കുഴപ്പമൊന്നുമില്ലേ? എന്റെ നാക്കിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇത്ര നേരം താൻ ഇവിടെ കിടന്ന് ഇന്നലെ അവളെ പേടിച്ചിട്ടാണ്. നാക്കുണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ സത്യം പറയേണ്ടി വരും. ആരോടുമാണ് ചാറ്റ് ചെയ്തതെന്ന്. അത് രക്ഷപ്പെടാനല്ലേ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചത്. അല്ലാണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അത് മോശമായിപ്പോ. എന്നാലും സ്വന്തം ഭാര്യയുള്ളപ്പോ വേറൊരു കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. എനിക്കത് ഒരു വലിയ അന്തസ്വറവായിട്ട് തോന്നിയിട്ടില്ല. അവളിവിടെ 10 മിനിറ്റ് നിന്നപ്പോഴേക്കും നിനക്ക് അവളുടെ സ്വഭാവം മനസ്സിലായല്ല? അത് ശരിയാണ്. എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയമാണ്. കുറ്റവും പറയും. ഞാൻ അങ്ങോട്ട് പോയാ കുറ്റം, ഇങ്ങോട്ട് പോയാ കുറ്റം, ഓഫീസിൽ പോയാ കുറ്റം, കുളിച്ചാ കുറ്റം, കുളിച്ചില്ലെങ്കിൽ കുറ്റം. ഇങ്ങനെ ഇവളുടെ കുറ്റം സഹിക്കാണ്ട് നിന്നപ്പോഴാണ് ഫോണില് ഒരു പെണ്ണുമായിട്ട് ഞാൻ ചാറ്റ് തുടങ്ങിയത്. എന്ത് കെയറിങ്ങാണെന്നറിയാമോ പെണ്ണ്? ഓഫീസിലിരിക്കുമ്പോ ചോദിക്കും, സാറേ ഉച്ചക്ക് കഴിച്ചായിരുന്നോ? വൈകിട്ട് വരുമ്പോ ചോദിക്കും, സാറേ എങ്ങനെയുണ്ട്? ഇത്തിരി തലവേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഡോളർ കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങ്. അങ്ങനെ ഭയങ്കര കെയറിംഗ് ആണ്. എനിക്ക് ആ പെണ്ണ് മതി, എനിക്ക് ഇവിടെ വേണ്ട. ഇവിടെ എങ്ങടെങ്കിലും പോട്ടെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചില ഭർത്താക്കന്മാർ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണുമായിട്ട് വിവാഹം കഴിക്കാൻ വല്ല താല്പര്യവും? അവളുമായിട്ട് ഗോവയ്ക്ക് ടൂർ പോകാനുള്ള താല്പര്യം? സിനിമയിലോ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകാനുള്ള? അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിലുള്ളത് ഒരു പ്ലാറ്റോണിക് ലവ് ആണ്. എന്ന് വെച്ചാല് ലവറാണോ? അല്ല. ഫ്രണ്ടാണോ? അതുമല്ല. ഓൺലി ചാറ്റിംഗ് റിലേഷൻഷിപ്പ്, അത്രേ ഉള്ളൂ. ആണല്ലേ? അവൻ തന്നെ അവന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര സെറ്റ്. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പെണ്ണിന്റെ പടം ഒന്ന് കാണിച്ചു തരാം. കിട്ടില്ലാണ്. നല്ല സുന്ദരിയാണ്. അല്ല, സുന്ദരി ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ കണ്ണൊക്കെ ഇത്രയുണ്ട്. പാലൊക്കെ ഇട്ട് എഴുതി. ഒന്ന് കാണിക്കൂ മാഷേ. ഇങ്ങനെ കാണിക്കാൻ ഒന്ന് കാണിക്കൂ. പിന്നെ അങ്ങനെയുണ്ട് ആൾക്കാർ. ഓ, കാണണമെന്ന് അതല്ലേ? ഉറപ്പാണോ? അത് കാണിക്കാ. എങ്ങനെയുണ്ട് നോക്കിയേ? എടാ, ഇത് നല്ല സുന്ദരിയാണോടാ. ഇതിനെ ഞാനിന്ന് പൊക്കും. ജെമിനി, ഇതിന്റെ അഡ്രസ് ഒന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് അയച്ചു തന്നെ. മുരളി, ഇത് എന്നാ സംഭവം അറിയാമോ? ഇത് യഥാർത്ഥ പെണ്ണല്ല, പിന്നെ AI ആണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്.
ആനടോ താനിപ്പോ പറഞ്ഞത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അറിയാമോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണാണ്, യഥാർത്ഥ പെണ്ണല്ല. പെണ്ണല്ല. ഈ AI കാരണം നിങ്ങളുടെ പെണ്ണും പോയി ജീവിതവും പോയി. അത് പോയി. Good.